സന്തോഷം നമ്മുടെ ജന്മാവകാശമാണ്. പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും പല ആളുകളുടെയും സ്വഭാവം മറ്റൊരാൾ ചെയ്തത്, പറഞ്ഞത്, അല്ലെങ്കിൽ അവർ നമുക്ക് തന്ന വേദനകൾ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറേ ചിന്തിച്ച് അവരെ അറിയിക്കാനും അല്ലാതെയും എന്ന ലക്ഷ്യത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉറങ്ങാതിരിക്കുക, കുളിക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഈ ജന്മം നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സന്തോഷം നമ്മളുടെ അവകാശമാണ്. അത് മറ്റൊരാൾ ചെയ്തതിൻ്റെ പേരിൽ, അയാൾ വേദനിപ്പിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർ തന്ന എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകൾ, തോട്ട്സ്, എന്തിൻ്റെ പേരിലും അത് കളഞ്ഞു കുളിക്കരുത്. ഞാനൊരു അഭിപ്രായം പറയും, ഏറ്റവും നന്നായി വേദനിപ്പിച്ച ദിവസം നന്നായി ഭക്ഷണം കഴിക്കണം. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കൊന്ന നെഗറ്റീവുകൾ അത് ഓവർകം ചെയ്യാൻ നല്ല ഭക്ഷണം പോയി കഴിക്കുന്ന സ്വഭാവം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കൂടുതൽ കഴിക്കാമെന്നല്ല, ആ വേദനയെ ഒന്ന് ഓവർകം ചെയ്യാൻ നമ്മൾ മറ്റൊരു വഴി കണ്ടെത്തുക. പട്ടിണി കിടന്നാൽ നമ്മുടെ ശരീരങ്ങൾക്കാണ് പ്രശ്നം. ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മുടെ സ്വഭാവത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഭാവിക്ക്, നമ്മുടെ മക്കൾക്ക്, അതേപോലെ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരമടക്കമുള്ള എല്ലാത്തിനും ഡാമേജ് ആവുക, പ്രയാസങ്ങൾ ഉണ്ടാവുക എന്നല്ലാതെ പറഞ്ഞവനും ചെയ്തവർക്കും ഒന്നും നഷ്ടം വരാനില്ല. അതേപോലെ നമ്മുടെ മുമ്പിൽ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ടീംസ് ഉണ്ട്. അവരൊക്കെ നെഞ്ചിനൊക്കെ ഇടിച്ചിട്ട്, പ്രത്യേകിച്ച് സഹോദരിമാർ, അവർ പറയാറുണ്ട്, നെഞ്ചിൻ്റെ ഭാഗമൊക്കെ ചുമന്ന് തൊടുത്ത് കിടക്കുകയാണ്, കല്ലിച്ച് കിടക്കുകയാണ്. എന്തിന്? വേറൊരാൾ ഇയാൾക്കെതിരെ സംസാരിച്ചതിന്, അല്ലെങ്കിൽ നെഗറ്റീവ് കൊടുത്തതിന്. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടും സങ്കടം തിരിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നെഞ്ചിനിടിക്കുന്നത്. സത്യത്തിൽ ഇത് ഒരു വിഡ്ഢിത്തായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പൊട്ടപ്പോഴത്തെന്ന് നമുക്ക് പറയാം. ഭക്ഷണം കഴിച്ചോളൂ, കുളിച്ചോളൂ, നിങ്ങളുടെ വഴിക്ക് പോയിക്കോളൂ. അല്ലെങ്കിൽ നഷ്ടം വരുന്നത് നമ്മൾക്കാണ് എന്നൊരു ബോധം ഉണ്ടാവുക. സന്തോഷം കാണട്ടെ.